Hi students, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്താണ് കോംപ്ലക്സ് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു, എങ്ങനെ നമുക്ക് കോംപ്ലക്സ് ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്റഗ്രേഷൻ അലോങ് എ ലൈൻ, അതാണല്ലോ ലൈൻ ഇന്റഗ്രൽ. കോംപ്ലക്സ് ആയതുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് ലൈൻ ഇന്റഗ്രൽസ് എന്ന് പറയുന്നു. ഇനി അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് മൈനസ് ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഗാമ എന്ന് പറയുന്ന ഒരു കർവ് defined in the interval closed interval AB, that is defined by z equal to z of t, a less than or equal to t less than or equal to b. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് കർവ് മൈനസ് ഗാമ എന്ന് പറഞ്ഞാൽ റിവേഴ്സസ് ദി ഡയറക്ഷൻ ഓഫ് ഗാമ. ഈ ഗാമ പോകുന്ന പാത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിന്റെ മൂവ്മെന്റ്. അതാണ് z ഈക്വൽ ടു z ഓഫ് മൈനസ് ടി. അവിടെ വേരി ചെയ്യുന്നത് ടി തന്നെയാണ്, പക്ഷെ വേരിയേഷൻ വരുന്നത് മൈനസ് ബി മുതൽ മൈനസ് എ വരെയാണ് വേരി ചെയ്യുക. അപ്പോൾ ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് മൈനസ് ടി, വേർ ടി വേരീസ് ഫ്രം മൈനസ് ബി ടു മൈനസ് എ. ഏതിനാണ്? മൈനസ് ഗാമയ്ക്ക്. എന്നുവെച്ചാൽ നമ്മുടെ എടുക്കുന്ന കർവ് ഗാമയുടെ ആ ആർക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലാണ് അത് വേരി ചെയ്യുക. അതാണ് അതിന്റെ ഡയറക്ഷൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ മൈനസ് ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഇൻറ്റു മൈനസ് 1 എന്ന് വെച്ചാൽ നെഗറ്റീവ് ഓഫ് ദ ഗിവൺ ഇന്റഗ്രൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം, അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് ആണ്. ഇന്റഗ്രൽ ഓഫ് മൈനസ് ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. അവിടെ മൈനസ് ഗാമയുടെ വേരിയേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. മൈനസ് ഗാമയുടെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? മൈനസ് ബി മുതൽ മൈനസ് എ വരെ അല്ലേ വേരി ചെയ്യുക. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് മൈനസ് ഗാമ ആയതുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസഡ് ഓഫ് മൈനസ് ടി ആണ്. ടിയുടെ സ്ഥാനത്ത് മൈനസ് ടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡെറിവേറ്റീവ് എടുക്കുമ്പോഴും ആ നെഗറ്റീവ് സൈൻ ഉണ്ടാവുമല്ലോ. മൈനസ് ഓഫ് ഇസഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഇൻറ്റു ഡി ടി. അപ്പൊ ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് ഇസഡ് ഓഫ് മൈനസ് ടി ഇൻറ്റു മൈനസ് ഇസഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പൊ നമ്മുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ്, ആ മൈനസ് നമ്മൾ പുറത്തെടുത്തു. അപ്പൊ മൈനസ് ഓഫ് ഇന്റഗ്രൽ മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് ഇസഡ് ഓഫ് മൈനസ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഡി ടി. ഇനി ഫോർ കൺവീനിയൻസ് നമുക്കിപ്പോ ഇസഡ് ഓഫ് മൈനസ് ടി എന്ന് എഴുതി പോകുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ മൈനസ് ടിക്ക് പകരം പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എസ്. പുട്ട് മൈനസ് ടി ഇസ് ഈക്വൽ ടു എസ്. അപ്പൊ എന്താവും? അതാ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കണം. ഡി എസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇന്റഗ്രൽ ലിമിറ്റ് മാറുമല്ലോ. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസിന് പകരം നമ്മൾ ടി കൊടുത്ത്. അപ്പൊ ഈ ഇന്റഗ്രലിൽ എഴുതിയിരിക്കുന്നത് ടിയുടെ ലിമിറ്റ് ആണ്. മൈനസ് ടിയുടെ ലിമിറ്റ് ആണ് മൈനസ് ബി ടു മൈനസ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് വരണമല്ലോ. അപ്പൊ എസിന്റെ ലിമിറ്റ്, ടിയുടെ ലിമിറ്റ്, ടി നമ്മൾ എസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലിമിറ്റും ചേഞ്ച് ആകും. ടിക്ക് പകരം നമ്മൾ മൈനസ് ബി കൊടുത്താൽ എസിന്റെ വാല്യൂ ബി ആവും. ടിക്ക് പകരം നമ്മൾ മൈനസ് എ കൊടുത്താൽ എസിന്റെ വാല്യൂ എ ആവും. ഓക്കെ, അപ്പൊ ലിമിറ്റ് ഫ്രം ബി ടു എ എഫ് ഓഫ് ഇസഡ് ഓഫ് എസ് ഇൻറ്റു ഇസഡ് ഡാഷ് ഓഫ് എസ് ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ടി അല്ലേ, അപ്പൊ മൈനസ് ഡി എസ്. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ എങ്ങനെയായി? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇസഡ് ഓഫ് എസ് ഇൻറ്റു ഇസഡ് ഡാഷ് എസ് ഡി എസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നമുക്ക് ഇന്റഗ്രൽ ബി ടു എ എഫ് ഓഫ് ഇസഡ് ഓഫ് എസ് ഇൻറ്റു ഇസഡ് ഡാഷ് എസ് ഡി എസ് എന്നല്ലേ. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാ? മൈനസ് ഓഫ് നമ്മുടെ ഗിവൺ ഗാമ എന്ന് പറയുന്നത് വേരീസ് ഫ്രം എ ടു ബി. ഗാമ ഇസ് എ കർവ് ഡിഫൈൻഡ് ഓൺ ദി ഇന്റർവൽ ക്ലോസ് എ ബി, ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ എങ്ങനെ മാറും? മൈനസ് ഇന്റഗ്രൽ എ ടു ബി. കാര്യം ബി ടു എ എന്നുള്ള ലിമിറ്റ് ഇന്റഗ്രൽ ബി ടു എ ചേഞ്ചസ് ടു ഇന്റഗ്രൽ എ ടു ബി. അപ്പൊ അത് റിവേഴ്സ് ചെയ്യുമല്ലോ, അപ്പൊ ഒരു നെഗറ്റീവ് സൈൻ വരുമല്ലോ. മൈനസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇസഡ് ഓഫ് എസ് ഇൻറ്റു ഇസഡ് ഡാഷ് എസ് ഡി എസ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്തുവായിരുന്നു? മൈനസ് ഓഫ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇസഡ് ഓഫ് എസ് ഇൻറ്റു ഇസഡ് ഡാഷ് എസ് ഡി എസ്. ദാറ്റ് ഈസ്, ഇനി നമുക്ക് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ റിസൾട്ട് കോംപ്ലക്സ് ഇന്റഗ്രൽ ഈസ് ഇൻവേരിയന്റ് അണ്ടർ വേരിയബിൾ. വേരിയബിൾ മാറ്റിയെന്ന് കരുതിയിട്ട് ഇന്റഗ്രൽ വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. ഇപ്പൊ നമ്മൾ എസ്സിൽ എഴുതിയിരിക്കണതിന് നമ്മൾ ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എഫ് ഓഫ് ഇസഡ് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ടി ഡി ടി. അപ്പൊ എസ് മാറി ടി വന്നില്ലേ.
അപ്പോഴും ആ ഇന്റഗ്രൽ വാല്യൂ വേരി ചെയ്യില്ല, വ്യത്യാസപ്പെടില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ മൈനസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇസഡ് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ടി ഡി ടി. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാല്, ആ പറഞ്ഞേക്കുന്ന റിസൾട്ട്, നേരത്തെ പറഞ്ഞ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാല്, ഈ തന്നിരിക്കുന്നത് എഫ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടിയിലായിരുന്നു, ക്വസ്റ്റ്യൻ ടിയിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോഴും ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നെ കൊണ്ടുവരണം. ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വേരിയബിൾ ആണ് എസ്. അപ്പൊ ഫൈനൽ ആൻസറിൽ അത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സ്റ്റാർട്ടിങ് വേരിയബിൾ ടി ആയിരുന്നു, അപ്പൊ ടിയിൽ തന്നെ തിരിച്ചു വരാം. അപ്പൊ മൈനസ് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇന്റഗ്രൽ ഓഫ് മൈനസ് ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്, കിട്ടിയത് മൈനസ് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഓക്കെ, അതിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ചോദിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാമിന്. ഇനി അടുത്തൊരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കുറെ കർവ്സ് ഉണ്ട്, ഗാമ 1, ഗാമ 2, ഗാമ 3 എക്സെട്ര ഗാമ എന്ന് പറഞ്ഞ് പീസ് വൈസ് ഡിഫറൻഷ്യബിൾ കർവ്സ്. പീസ് വൈസ് ഡിഫറൻഷ്യബിൾ എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോ സബ് ഇന്റർവെല്ലിലും ഫംഗ്ഷൻ വാല്യൂ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓരോ ഇന്റർവെൽസിനും ഫംഗ്ഷൻ വാല്യൂ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ എഫ് ഓഫ് ഇസഡ് ഓരോ ഇന്റർവെൽ വൈസ് നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് നമ്മൾ പീസ് വൈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന കർവുകളെല്ലാം പീസ് വൈസ് ഡിഫറൻഷ്യബിൾ കർവ്സ് ആണ്. ഗാമ 1, ഗാമ 2 എക്സെട്ര അപ് ടു ഗാമ എൻ. അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ എലോങ് ദി സം ഓഫ് ദി ടോട്ടൽ കർവ്സ് ഗാമ 1 പ്ലസ് ഗാമ 2 പ്ലസ് എക്സെട്ര പ്ലസ് ഗാമ എൻ നമ്മൾ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം എഫ് ഓഫ് ഇസഡിന്. അപ്പൊ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോ കർവിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും ടോട്ടൽ ഫുള്ളി നമ്മൾ കർവ്സ് എല്ലാം കൂടെ കൺസിഡർ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താലും കിട്ടുന്ന ആൻസർ. രണ്ടും സെയിം തന്നെയായിരിക്കും. അതാണ് ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രൽ ഗാമ 1 പ്ലസ് ഗാമ 2 പ്ലസ് എക്സെട്ര പ്ലസ് ഗാമ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ ഗാമ 1 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇന്റഗ്രൽ ഗാമ 2 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് എക്സെട്ര പ്ലസ് ഇന്റഗ്രൽ ഗാമ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഓക്കെ, നമ്മൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാലും ഓരോ ആർക്കായിട്ട് നമ്മൾ എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കർവിൽ എടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആൻസറും ഈക്വൽ തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോൺജുഗേറ്റ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ബാർ നമ്മൾ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റഗ്രൽ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കോൺജുഗേറ്റ്, കോൺജുഗേറ്റിനാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണത്. അതെന്ന് പറഞ്ഞാൽ എന്തുവാ, ഇന്റഗ്രൽ ഓഫ് ഗാമ എഫ് ഓഫ് ഇസഡ് ബാർ ഡി ഇസഡ് ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കോൺജുഗേറ്റ് എടുക്കുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ കോൺജുഗേറ്റ് എടുക്കുക. അതാണ് നമ്മുടെ കോൺജുഗേറ്റ് വിത്ത് റെസ്പെക്ട് കോൺജുഗേറ്റിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ബാർ ഡി ഇസഡ് ദ ഹോൾ ബാർ, ഹോൾ കോൺജുഗേറ്റ് ഓഫ് ദ ഇന്റഗ്രൽ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു. നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രൂഫുകളിലും ഇത് ആവശ്യമായിട്ട് വരും. അതിനു വേണ്ടിയാണ് ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കർവ് പറയുമല്ലോ, ഒരു ആർക്ക് നമ്മൾ പറയത്തില്ല, ജസ്റ്റ് ഒരു ആർക്ക് ഗാമ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇന്റഗ്രൽ ഗാമ ഡി എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഗാമ മോഡ് ഡി ഇസഡ്. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി ആന്ന് വെച്ചോ, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെൽ എ ബി ആണ്. എ ലെസ് ആൻ ഓർ ഈക്വൽ ടു ടി ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ആർക്ക് ലെങ്ത് ഓഫ് ദാറ്റ് കർവ് ഗാമ ഇസ് ഗിവൺ ബൈ ഇന്റഗ്രൽ എ ടു ബി മോഡ് ഇസഡ് ഡാഷ് ടി ഡി ടി. ഡെറിവേറ്റീവ് എടുക്കുക, അതിന്റെ മോഡുലസ് എടുക്കുക. കോംപ്ലക്സ് നമ്പേഴ്സിന് നമുക്ക് എടുക്കാൻ അറിയാമല്ലോ മോഡുലസ്. ഇപ്പൊ എക്സ് പ്ലസ് ഐ വൈ ആണ് ഒരു കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിന്റെ മോഡ് എങ്ങനെ എടുക്കുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ. അതേപോലെ തന്നെ മോഡുലസ് എടുക്കുക, അതാണ് ആർക്ക് ലെങ്ത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ നമ്മളൊരു സർക്കിൾ കൺസിഡർ ചെയ്യണം. മോഡ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു 6. ഇസഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇതിനു മുന്നേ നിങ്ങളൊരു ഫോമുല പഠിച്ചിട്ടുണ്ടാവും, റിലേറ്റിംഗ് ദ കാർട്ടീഷ്യൻ ആൻഡ് പോളാർ. മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ആർ മീൻസ് ദാറ്റ് ഇസഡ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇവിടെ നമ്മൾ മോഡ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു ആർ ആണ്. അപ്പൊ ഇസഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. അവിടെ നിന്ന് നമുക്ക് ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു.
മോഡുലസ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുക്കാൻ അറിയണം, നമ്മുടെ റിലേഷൻ കണക്റ്റിംഗ് കാർട്ടീഷ്യൻ ആൻഡ് പോളാർ. ഓക്കെ, ദെൻ നമ്മൾ ഇതിനകത്ത് നിന്ന് z ഈക്വൽ ടു a പ്ലസ് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് കിട്ടിയില്ലേ. ആർക്ക് ലെങ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റഗ്രൽ മോഡ് ഡി സെഡ് അല്ലേ, ഇന്റഗ്രൽ ഗാമ മോഡ് ഡി സെഡ്, അതിൽ ആർക്ക് ലെങ്ത് നമുക്ക് ഡി സെഡ് വേണമല്ലോ. ഇപ്പൊ ഡി സെഡ് എന്ന് വെച്ചാൽ എന്തുവാ, ഈ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ലെഫ്റ്റിലും റൈറ്റിലും. ഇപ്പൊ ഡി സെഡ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ, ഇപ്പൊ ഡെറിവേറ്റീവ് 0 പ്ലസ് ഐ ആർ ഇ റൈസ് ടു ഐ തീറ്റ. ആറ് കോൺസ്റ്റന്റ്, ഇ റൈസ് ടു ഐ തീറ്റ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ. ഓക്കെ, അപ്പൊ ഡി സെഡ് ഇസ് ഈക്വൽ ടു എന്തോ വരും, ഐ ആർ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇനി നമ്മുടെ ഫോർമുലയിൽ മോഡ് ഇന്റഗ്രൽ ഗാമ മോഡ് ഡി സെഡ്, അപ്പൊ രണ്ട് സൈഡിൽ മോഡ് അപ്ലൈ ചെയ്യാം. അപ്പൊ മോഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഐ ഇൻറ്റു മോഡ് ആർ ഇൻറ്റു മോഡുലസ് ഓഫ് ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. നമുക്ക് അറിയാവുന്ന കാര്യം ഐ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്, അതിന്റെ മോഡുലസ് വാല്യൂ 1 ആണ് അല്ലേ. റൂട്ട് ഓഫ് 0 പ്ലസ് ഐ അല്ലേ ഇത്, അപ്പൊ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ദാറ്റ് ഈസ് 1. അതേപോലെ മോഡ് ഇ റൈസ് ടു ഐ തീറ്റയും 1 ആണ്. എന്തോ ഇ റൈസ് ടു ഐ തീറ്റ, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. അപ്പൊ നമ്മൾ മോഡ് എടുക്കുമ്പോൾ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പൊ ഫൈനലി എന്തേ ഉള്ളൂ, ആർ ഇ റൈസ് ആർ ഡി തീറ്റ എന്ന് വരും, ബാക്കിയെല്ലാം 1 ആയി പോവല്ലോ. അപ്പൊ മോഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ഇനി ഇതെടുത്ത് ആർക്ക് ലെങ്ത്തിന്റെ ഫോമിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആർക്ക് ലെങ്ത് ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു കർവ് ഗാമ എന്ന് പറയുന്ന സർക്കിൾ അല്ലേ, മോഡ് സെഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ ഇന്റഗ്രൽ മോഡ് ഡി സെഡ് ദാറ്റ് ഈസ് ഇന്റഗ്രൽ ആർ ഡി തീറ്റ. ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് എപ്പോഴും സർക്കിളിന്റെ വേരിയേഷൻ 0 മുതൽ 2π വരെ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ലിമിറ്റും തീറ്റയുടെ വേരിയേഷൻ അല്ലേ വേരി ചെയ്യണത് തീറ്റ, അപ്പൊ 0 to 2π. അപ്പൊ ഇന്റഗ്രൽ 0 to 2π ആർ ഡി തീറ്റ ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π തീറ്റ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2πr. അപ്പൊ ഒരു സർക്കിളിന് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr. ഇക്വേഷൻ മോഡ് സെഡ് മൈനസ് ഈക്വൽ ടു ആർ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് ലെങ്ത് ഇവാലുവേറ്റ് ചെയ്യുക. ഏത് കർവാണോ തരുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് ഒരു കർവ് എപ്പോഴാണ് റെക്ടിഫയബിൾ ആവുന്നത്. നമ്മളിപ്പോ ആർക്ക് ലെങ്ത് എന്താന്ന് പറഞ്ഞില്ലേ, ഈ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഫൈനൈറ്റ് ആണെങ്കിൽ, ഒരു ഫൈനൈറ്റ് ആൻസർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റെക്ടിഫയബിൾ ആർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെയ്യണ പോലെ ഇന്റഗ്രൽ ഗാമ മോഡ് ഡി സെഡ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം, ഇൻഫിനൈറ്റ് വരാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ ദാറ്റ് കർവ് ഈസ് സെഡ് ടു ബി എ റെക്ടിഫയബിൾ കർവ്. അങ്ങനെ വരുന്ന ആർക്കാണെങ്കിൽ അതിന് റെക്ടിഫയബിൾ ആർക്ക്, അതിനെയാണ് നമ്മൾ റെക്ടിഫയബിൾ എന്ന് പറയുക. ഇഫ് ഇറ്റ്സ് ഒറ്റ ലൈനേ ഉള്ളൂ, ലെങ്ത് ഫൈനൈറ്റ് ആണെങ്കിൽ റെക്ടിഫയബിൾ ആർക്ക്. ഓക്കെ, ഇനി നമുക്ക് 2 റിസൾട്ടുകൾ ഉണ്ട്. ആ 2 റിസൾട്ട് പറയണത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പ്രൂഫ് വരുന്നുണ്ട്. ഒരു ഇന്റഗ്രലും അതിന്റെ എപ്പോഴാണ് അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഫൈനൈറ്റ് വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്, അതിന്റെ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെ 2 കേസ് ആയിട്ട് നമുക്ക് പ്രൂഫ് വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ 2 റിസൾട്ടുകൾ ഇവിടെ കോട്ട് ചെയ്യുന്നത്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നമുക്ക് ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി സെഡ് എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ എക്സ് പ്ലസ് ഐ വൈ അല്ലേ. അപ്പൊ ഡി ഇസഡ് ആകുമ്പോൾ എന്ത് പറ്റും, ഡി എക്സ് പ്ലസ് ഐ ഡി വൈ അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഐ ഡി വൈ, എന്നിട്ട് അത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി എക്സ് പ്ലസ് ഐ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഡി വൈ. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു സ്ട്രക്ചറിലല്ലേ ഇരിക്കണേ, ഇന്റഗ്രൽ ഗാമ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അപ്പൊ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പർ വന്നാലും, ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ വന്നാലും അതിന് നമുക്ക് ഈ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. ഇനി നമുക്ക് 2 റിസൾട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നത് 2 റിസൾട്ട്സ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ആ റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല്, ഇപ്പൊ തന്നിരിക്കുന്ന കർവ്, ഇപ്പൊ മുമ്പേ നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞില്ലേ, ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നൊരു ഡെഫിനിഷൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഫംഗ്ഷൻ മാറുവാണെങ്കിൽ, ഫംഗ്ഷൻ സെയിം ആണെങ്കിലും ഇന്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്, അതിനകത്ത് ഫംഗ്ഷൻ സെയിം ആണെങ്കിൽ തന്നെ
ഗാമ കർവ് വേരി ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഗാമ എന്ന് പറയുന്ന കർവ്, ആ കർവുകൾ നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് കർവ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇന്റഗ്രലിന് ഡിഫറെന്റ് വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും മീൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇന്റഗ്രൽ ഇസഡ് സ്ക്വയർ dz ആണെന്ന് വെച്ചോ. പക്ഷെ ആ ഗാമ എന്ന് പറയുന്ന കർവ് ചിലപ്പോൾ സർക്കിൾ ആകാം, ചിലപ്പോൾ റെക്ടാംഗിൾ ആകാം, ചിലപ്പോൾ എന്തുവാ ഒരു എലിപ്സ് ആവാം, ഡിപ്പെൻസ്. ആ തരുന്ന കർവിനനുസരിച്ച് നമുക്ക് ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കർവ് വേരി ചെയ്യുമ്പോൾ ഫൈനൽ ആൻസറിൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂവിലും ഡിഫറൻസ് വരും. അതാണ് അടുത്തൊരു നോട്ടായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്റഗ്രൽ അതിന്റെ എൻഡ് പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. ഇപ്പൊ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇസഡ് dz എന്ന് വെച്ചു. ആ ഇന്റഗ്രൽ എയും ബിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ. എന്ന് പറഞ്ഞാൽ കർവുകളുടെ എൻഡ് പോയിന്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഫൈനൽ ആൻസർ വാല്യൂവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കിട്ടുന്ന ഫൈനൽ ആൻസേഴ്സ് എല്ലാം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻഡ് പോയിന്റ്സ്. ഇൻ ബിറ്റ്വീനിൽ എന്ത് വന്നാലും പ്രശ്നമില്ല, ആ ഇന്റർവെലിന്റെ എൻഡ് പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അതാണ് അടുത്ത സെക്ഷനിൽ വരുന്നത്. ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രൂഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ആ പ്രൂഫ് പറയാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.